ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എൻ്റെ ദിവസം തുടങ്ങുകയാണ്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് നേരെ പോകുന്നത് പറമ്പിലേക്കാണ് കേട്ടോ. വേറെ ഒന്നിനല്ല, ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ലെമൺ ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും ലൈം ടീ കുടിക്കാറുണ്ട് രാവിലെ എഴുന്നേറ്റ പാടെ. അപ്പോൾ പറമ്പിൽ അതിൻ്റെ ചെടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നാരങ്ങ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പറമ്പിലേക്ക് ഇറങ്ങിയേക്കണേ. നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു നാരങ്ങ അതുമേ ഉള്ളൂ, അതാ പാകമായിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ പ്ലാൻ ചെയ്യുന്നത് ബ്ലാക്ക് കോഫിയിൽ തുടങ്ങാമെന്നാണ്. എനിക്ക് പാലൊഴിച്ച ചായയോ കാപ്പിയോ ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് കോഫി കുടിക്കാമെന്നൊക്കെ കരുതി തിരിച്ചു വരുവാണ്. ഇനിയിപ്പോൾ നോക്കുമ്പോൾ അവിടെ പൂക്കളൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പൂവ് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു കൊല പൂവ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പൂവ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കാം. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാനാണ് കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ പഴയ ഉണങ്ങിയ പൂവൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റി നമ്മുടെ ഫ്രഷ് പൂവ് കൊണ്ടുവച്ചു. ഇനി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ രൂപമൊക്കെ ഒന്ന് തൊട്ടുമുത്തുകയാണ്. അതിനുശേഷം വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങുകയാണ്. എന്തിനാന്ന് വെച്ചാൽ പനിക്കുറിക്കയുടെ അല്ലെങ്കിൽ തുളസി ഇലയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് അതിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കാറുണ്ട് കുടിക്കാനായിട്ട് കേട്ടോ. ഈ ഒരു സമയത്ത് അത് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ നേരെ അടുക്കളയിലേക്ക്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മോളുടെ പാല് കുപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാല് തിളപ്പിച്ച് വേഗം ചൂടാറ്റി ആ കുപ്പിയിലാക്കി അവളുടെ തലവണിയുടെ മുകളിൽ കൊണ്ടുവച്ചില്ലെങ്കിൽ ആൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആകെ ഇവിടെ ബഹളമായിരിക്കും. ഇന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും. കർഷിക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാല് കിട്ടണം. അപ്പോൾ അവൾ തന്നെ എടുത്ത് കുടിച്ചിട്ട് എഴുന്നേറ്റ് വന്നോളും. അപ്പോൾ പാലൊക്കെ തിളച്ചു. ഇനി നമുക്ക് പുറത്ത് മഴയൊക്കെ ഒന്ന് കണ്ട് കാപ്പി കുടിച്ച് തിരിച്ച് വരാം കേട്ടോ. മഴ, ചായ, ജോൺസൺ മാഷ്. നെഞ്ചിലൊരുങ്ങി മുന്നാഴിക്കനവ് തേനൂലും സന്തുലമായി ആലോലം കാറ്റ്. അപ്പോൾ എൻ്റെ കാപ്പി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അംഗം വിട്ട് തുടങ്ങിയിട്ട് മോള് പാല് കൂടിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൾക്ക് എഴുന്നേറ്റ് പാടാൻ ഞാൻ അവളെ എടുക്കണം. അപ്പോൾ അതിൻ്റെ വാശിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവളെ എടുത്ത് ഞാൻ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കക്ഷി എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വാശിയാണ് കേട്ടോ അവൾക്ക്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആൾ മിടുക്കി കുട്ടിയാണ്. അപ്പോൾ അവളുടെ മുടിയൊക്കെ നല്ലപോലെ വളർന്നുള്ള കണ്ണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്നും രാവിലെ അതിങ്ങനെ കെട്ടിവെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവളുടെ മുടിയൊക്കെ ഒന്ന് ചന്തമായിട്ട് കെട്ടിവെച്ച് കൊടുക്കുകയാണ്. അതിനൊക്കെ നിന്ന് തരും കേട്ടോ. നല്ലപോലെ മുടി കെട്ടാനൊക്കെ നിന്ന് തരാറുണ്ട്. അങ്ങനെ വാശിയും കുറുമ്പുള്ള ഒരാളൊന്നുമല്ല, പാവാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നോക്കി എൻ്റെ കുട്ടിക്കുറുമ്പൻ രണ്ടാമത്തെ സന്താനമാണ്. നേതൻ എന്നാണ് അവൻ്റെ പേര്. ഇവൻ ഇവിടെ ചീട്ടൊക്കെ എടുത്ത് രാവിലെ തന്നെ കളിയിലാണ്. ഭയങ്കര കളിയാണ് കേട്ടോ. മൂത്ത ആൾ എഴുന്നേറ്റു. അപ്പോൾ അവൻ്റെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ നടക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മോൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവാണ് കേട്ടോ. മോൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ പുത്രന്മാർക്ക് രണ്ടുപേർക്കും ഈ ഉപ്മാവ് കണ്ടുകൂടാ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. അത് നെയ്യും ഉപ്പൊക്കെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. അപ്പോൾ അവരുടെ കൂടെ കഞ്ഞി കുടിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഇരുന്ന് ഉപ്മാവ് കഴിക്കുകയാണ്. അത് എൻ്റെ ബ്ലാക്ക് കോഫി എടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതെൻ്റെ രണ്ടാമത്തെ ബ്ലാക്ക് കോഫിയാണ് കേട്ടോ. അപ്പോൾ അതും ആയിട്ട് ഞാൻ പിള്ളേരായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് നല്ലപോലെ എൻജോയ് ചെയ്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൾ എൻ്റെ മടിയിൽ തന്നെയുണ്ട്. അവളും എൻ്റെ കൂടെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ കലാപരിപാടികളാണ്. ഇത് തീർന്നിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ. അപ്പോഴത്തേക്ക് ഒരുത്തന് ഞാൻ തന്നെ വാരി കൊടുക്കണമെന്ന് വാശിയും പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കഞ്ഞി കൊടുത്ത ശേഷം ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒരാൾ അപ്പുറത്തിരുന്ന് ഭയങ്കര വാശിയിലാണ് കേട്ടോ. കഞ്ഞി കുടിക്കാൻ പറഞ്ഞത് അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ രാവിലെ പോയി നാരങ്ങ നോക്കാൻ പോയ സമയത്ത് നമ്മുടെ ആപ്പിൾ മരത്തുമ്മ കുറച്ച് ആപ്പിളൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇവിടെ കൂടെ എൻ്റെ മോളും ഉണ്ട്. അപ്പോൾ നല്ല മധുരമാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ആപ്പിളാണെങ്കിലും നല്ല മധുരമാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് എല്ലായിടത്തും നിറച്ച് വെള്ളമാണ്. ഞാനതൊന്ന് കുലുക്കുകയാണ് കേട്ടോ. മോൾക്ക് ആ ഒരു മഴയുടെ ഫീലിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കക്ഷിക്ക് പക്ഷെ വെള്ളം അധികം മേത്താവുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു കുഞ്ഞു മാങ്ങയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പറമ്പിലൊക്കെ ഒന്ന് കൂടെ നടക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു നാരങ്ങ ചെടിയുമ്പിലാണ് ഞാനിപ്പോൾ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. അതുമ്പോൾ ഒരു കുഞ്ഞു നാരങ്ങ മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് കുറച്ച് കാണുന്നത് പേരയ്ക്കാണ് കേട്ടോ. അത് നല്ലപോലെ വലുതാവുന്ന പേരയ്ക്കയാണ്.
ഒരെണ്ണം നമുക്ക് ഒരാളെ കൊണ്ട് തിന്നാൻ പറ്റില്ല, അത്രയും വലിയ പേരയ്ക്കാണ് കേട്ടോ അതുമേ ഉണ്ടാവുക. അപ്പോൾ ഓരോന്ന് കുഞ്ഞുതായിട്ടൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേ ഈ പറഞ്ഞ ഈ ഒരൊറ്റ നാരങ്ങ മാത്രമേ ഇനി ഇതുമ്പോൾ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി ഉണ്ടായി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ മമ്മി അവിടെ ഇഞ്ചും പുളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് മിളകൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അടുത്ത ഡ്യൂട്ടിയിലേക്ക് കിടന്നു. ഇഞ്ചും പുളിക്കുള്ള ഉള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതേ നമുക്കിങ്ങനെ പതുക്കെ ഇരുന്നിട്ട് ഉള്ളി തൊലി കളയാണ്. എനിക്ക് കമ്പനിക്ക് എൻ്റെ മോള് വന്നിരിക്കുന്നുണ്ട്. ഒരു ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഡാഡി ഇപ്പോൾ കടയ്ക്ക് പോയായിരുന്നു. അപ്പോൾ ഡാഡി പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണേ. അപ്പോൾ അവൾ അതുമേ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. എൻ്റെ കുപ്പികളൊക്കെ ഇങ്ങനെ ടി വിയുടെ മുകളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ എപ്പോഴും പൊടി പിടിക്കുകയും വാറാമല വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളയണം. മിക്കപ്പോഴും അതിങ്ങനെ അടുപ്പിച്ച് ചെയ്തില്ലെങ്കിൽ അതുമ്പോൾ നല്ല പോലെ ഇങ്ങനെ മാറാല പിടിക്കും. ഇനി ഉച്ചക്കത്തെ പരിപാടിക്ക് കിടക്കുകയാണ്. നേന്ത്രപ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും അയില വറുത്തതാണ്. ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ഞാൻ മുൻപ് ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിലൊരു കറിയാണ് കേട്ടോ. ഇപ്പോൾ നിറച്ച് നേന്ത്രപ്പഴം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു നേന്ത്രപ്പഴ പുളിശ്ശേരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ നല്ല അടിപൊളി അയില വറുത്തതും കൂടിയാണ് ഇന്നത്തെ കോമ്പിനേഷൻ. ഉച്ചയ്ക്കുള്ള ഊണ് കുശാലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി അതിലേക്ക് അയിലയിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഇന്നത്തെ പണി ഇത്രയേ ഉള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. അപ്പോഴാണ് ഇനി മൊബൈൽ നോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കുറച്ച് വാട്സപ്പിലുള്ള കാര്യങ്ങളും മെയിലുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. പിള്ളേർക്കൊക്കെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ മോളെ ഒന്ന് മേലൊക്കെ കഴുകിച്ചു. അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല സ്വസ്ഥമായിരുന്നു ഞാൻ എൻ്റെ മൊബൈലിൽ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വായോ നമുക്ക് എൻ്റെ റൂമൊന്ന് കണ്ടു നോക്കാം. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാനുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്ത പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അത് വെൽവെറ്റ് ക്ലോത്തിൽ ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണ്. കുറേ മുൻപ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതേ ചുമരിലൊരു വലിയൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 11 കൊല്ലം മുൻപ് ഞാൻ ചെയ്ത പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഇതൊന്ന് റീപെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ആ പെയിൻറ്റിങ്ങിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇതൊന്ന് നീറ്റാക്കി എടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച് കുറച്ച് നാളായിട്ടുണ്ട്. ടൈം കിട്ടിയിട്ടില്ല ഇതുവരെയും. പിന്നെ അത് ഇപ്പുറത്തെ സൈഡിലും ഒരു പാരറ്റിനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ മോൾ ഉറങ്ങി. ഇനി എൻ്റെ അടുത്ത പരിപാടി എൻ്റെ മോനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവന് കുറേ ഹോംവർക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ഹിന്ദി ഇപ്പോൾ ഈ ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് അവനെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഹോംവർക്കുകളുണ്ട്, അത് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടികൾ ഇനി കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. അവൻ്റെ കൂടെ തന്നെ ഇരിക്കണം, എന്നാലേ അവൻ പഠിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അവനെ കൂടെ ഇരുത്തി പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി മോൾ ഉറങ്ങണ നേരം കൊണ്ട് കുറച്ച് പെയിൻറ്റിങ് വർക്കും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതേ ഞാനിവിടെ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ താമസിയാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മുടെ വർക്കിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൾ ഉറങ്ങണ സമയത്ത് മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, അവൾ ശല്യം ചെയ്യൊന്നുമില്ല. പക്ഷേ അവരിങ്ങനെ ഇടയിൽ ഓടി നടക്കുമ്പോൾ അവരിലേക്ക് എൻ്റെ ശ്രദ്ധ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർ ഉറങ്ങണ സമയത്ത് ചെയ്യുവാണ് കേട്ടോ. ഇനി വൈകുന്നേരത്തേക്കുള്ള സ്നാക്ക് ഐറ്റംസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതേ പഴംപൊരിയും ചായയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതവിടെ പഴംപൊരി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ മോൾ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ അവൾക്കുള്ള പാലും റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ചായ റെഡിയാണ്, പഴംപൊരി റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ.
അപ്പോഴത്തേക്കും ദേ നമ്മുടെ മോളുടെ കരച്ചിൽ ബഹളം കേൾക്കാനുണ്ട്. അവൾക്ക് പാൽ കൊണ്ട് കൊടുക്കുകയാണ്. ദേ പാലൊക്കെ കുടിക്കുന്നുണ്ട് കക്ഷി അവിടെ കിടന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കുറച്ച് കളിയിലൊക്കെ ഏർപ്പെടാൻ പോവാണ് കേട്ടോ. ദേ ഞാനും എൻ്റെ മോനും മോളും കൂടെ കളിക്കുകയാണ്. മൂത്ത ആൾ ഈ വഴിക്ക് വരില്ല കേട്ടോ, അവൻ ടി വിയുടെ മുന്നിലാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്ത് ഞാനിവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കാറുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, അമ്മ കളിക്കാൻ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരും ഇടയ്ക്കിടയ്ക്ക്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കുളി പരിപാടികളാണ്. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ ഞാനിവിടെ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണെഴുതാനും പൊട്ട് തൊടാനൊക്കെ കിടന്നു തരും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കക്ഷിക്ക്. അപ്പോൾ അന്നേരം ഒന്നും ഡിസ്റ്റർബ് ചെയ്യൊന്നുമില്ല, ആൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ കണ്ണൊക്കെ എഴുതുമ്പോഴും ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല കേട്ടോ. നല്ല ഇഷ്ടമാണ് കക്ഷിക്ക് അത് എഴുതാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ നല്ല ചന്തമായിട്ട് അവളുടെ കണ്ണൊക്കെ ഞാനൊന്ന് വാലിട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ 3 പേരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുന്ദരി പെണ്ണിൻ്റെ മുടിയൊക്കെ ഒന്ന് ഈരി കൊടുക്കുകയാണ്. കണ്ടോ, മേക്കപ്പ് ചെയ്യാൻ പുട്ടപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കക്ഷിക്ക്. കണ്ടോ എന്താ ചിരി നോക്കിയേ. അപ്പോൾ അതേ ഞങ്ങളുടെ എല്ലാവരുടെയും കുളി കഴിഞ്ഞു. ഇനി എൻ്റെ മൂത്ത പുത്രൻ്റെയും രണ്ടാമത്തവൻ്റെയൊക്കെ മുടി ഒന്ന് ഈരി കൊടുക്കണം. അപ്പോൾ അതേ ഈ ഒരു കുളി പരിപാടിയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു ദിവസം ഏകദേശം അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. അടിയിടി ബഹളം ഒബ്വിയസ് ആയിട്ട് ആലോചിച്ചറിയാലോ, കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അടിയിടി ബഹളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതേ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിട്ട് ഞങ്ങൾ ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കുള്ളത് പ്രാർത്ഥന എത്തിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് കേട്ടോ. പ്രാർത്ഥന എത്തിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ ഭക്ഷണം കൊടുത്ത ശേഷം ഉറക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ പെയിൻറ്റിങ് പരിപാടി ബാക്കിയുള്ളതും കൂടി കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും സ്റ്റേ സേഫ് ആൻഡ് ബൈ.